Prime Minister Modi, why don't you take some questions from the freest press in the world? സുഹൃത്തുക്കളെ, വന്ദേ മാതരത്തെ കുറിച്ചുള്ള എന്റെ ഇന്നലത്തെ വീഡിയോ കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം മെസ്സേജസ് എന്റെ ഇമെയിലിലേക്ക്, ഇവരിപ്പോ ഇമെയിൽ അയക്കും, കാരണം ഞാൻ കോമന്റ്സ് വായിക്കാത്തത് കൊണ്ട് എന്റെ ഇമെയിലിലേക്ക് അയക്കും. ഒരു 6-7 മെസ്സേജസ് വന്നു. അതിൽ 2 ഭീഷണി കൂടിയായിരുന്നു. ഈ ഭീഷണിയിലൊന്നും ബിനോയ് നായർ വീഴാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ഇമെയിലിൽ കണ്ടല്ലോ, ഇ ഡി പിടിക്കും, അത് കാനഡയിൽ വന്ന് ഇ ഡി പിടിക്കുന്നത്. കാനഡയിൽ ഇ ഡിക്ക് എന്താ കാര്യം? അത് മാത്രമല്ല, മറ്റു ഭീഷണികൾ, അവരെന്നെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിലപാട് മാറ്റിയതെന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, സത്യം കാണാൻ കണ്ണില്ലാത്തവർ അല്ലെങ്കിൽ സത്യം കാണില്ലെന്ന വാശിയുള്ള ആളുകൾ മറ്റു പല കാരണങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഈ വിദ്വാനുണ്ടല്ലോ, ഫയസ് അബ്ദുള്ള, ഈ ഫയസ് അബ്ദുള്ളയുടെ എനിക്ക് പറയാനുള്ള, അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ വരുമ്പോൾ അവൻ കണ്ടോളാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും അവന്റെ ഇമെയിൽ ഇപ്പൊ കയ്യിലുണ്ടല്ലോ. എന്തായാലും തൽക്കാലം നാട്ടിലേക്ക് വരാൻ, അടുത്തെങ്കിൽ വരാനുള്ള എനിക്ക് പ്ലാൻ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ ഫയസ് അബ്ദുള്ളയ്ക്ക് ഇമെയിൽ ചെയ്തിട്ട് ആ സമയം, എന്റെ ഫ്ലൈറ്റ് ഇൻഫർമേഷനും കൂടെ ഞാൻ അവന് കൊടുത്തിട്ട് ഞാൻ വരൂ കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് നമുക്ക് കാണും. ആരെയും പേടിപ്പിക്കുന്നു, അതുപോട്ടെ, അതവിടെ വിട്ടേക്കും. 2, അപ്പൊ ഈ രീതിയിലുള്ള ഭീഷണി കൊണ്ട് ബിനോയ് നായർ നിലയ്ക്ക് നിർത്താമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഭീഷണിപ്പെടുത്തുകയും ഈ രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ ആണെങ്കിൽ അത് 2-ലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ഒരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ വീഡിയോസിന്റെ എല്ലാം തുടക്കത്തിൽ ഒരു 30 സെക്കൻഡ് ഈ വന്ദേ മാതരം കേൾപ്പിച്ചിട്ട് ഇനി മുതൽ വീഡിയോ കാണിക്കുന്നുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു 30 സെക്കൻഡ് ഉണ്ടാവും. അത് ഇവർക്ക് കേട്ടു കഴിഞ്ഞാൽ തലയ്ക്ക് തീ പിടിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗം തന്നെയാണ് നമ്മുടെ വീഡിയോസിന്റെ തുടക്കത്തിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നോക്കട്ടെ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് ഞാൻ നോക്കട്ടെ. അതുകൊണ്ട് തുടക്കത്തിൽ നമുക്ക് വന്ദേ മാതരത്തിന്റെ ദുർഗാദേവിയെക്കുറിച്ചും ലക്ഷ്മി ദേവിയെക്കുറിച്ചും സരസ്വതി ദേവിയെക്കുറിച്ചുമുള്ള പരിപാവനമായിട്ടുള്ള ആ വരികളൊന്ന് കേൾക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി വീഡിയോ കാണാം. ആദ്യം അത് കേൾക്കാം. ഇന്നത്തെ വിഷയം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തെ ആരോ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ ആരോ കൂക്കി വിളിച്ചു. അത് കണ്ട് സന്തോഷിക്കുന്ന കുറെ രാജ്യദ്രോഹികൾ ഇന്ത്യയിലുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ കുത്തിത്തിരിപ്പാണ് ഇതിന്റെ പിന്നിൽ. ഇതിന്റെ എല്ലാം ബുദ്ധികേന്ദ്രം നമ്മുടെ രാഹുൽ ജി ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഈ സംഭവം നടന്ന ഉടനെ അടുത്ത സെക്കൻഡ് മുതൽ കോൺഗ്രസും അവരുടെ സുപ്രിയ സിനാറ്റെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കോൺഗ്രസ് പ്രവർത്തക, ഒരു സ്പോക്സ് പേഴ്സൺ, വക്താവ് ഉണ്ട്. ഇവരെല്ലാം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും നിന്ന് കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല ഈ സുപ്രിയ സിനാറ്റെല്ലാം. അതുകൊണ്ടാണ് ഇവരൊന്നും ഇലക്ഷന് നിൽക്കാത്ത. പോട്ടെ, എന്തായാലും അവര് ഉൾപ്പെടെ ഭയങ്കര ആഹ്ലാദമാണ്. എന്താ സന്തോഷം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവർ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ പഴയ കാലം മറന്നുകൊണ്ട് ഞാൻ പറയാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ഞാൻ ഇതിന്റെ പിന്നിലുള്ള ചതിക്കുഴികൾ, ഇവരുടെ ലക്ഷ്യം നരേന്ദ്രമോദിയൊന്നുമല്ല. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ എത്ര കാലം കൂടെ ഉണ്ടാവും? അങ്ങേർക്ക് 10-80 വയസ്സാ പറയും അല്ലെ, എത്ര കാലം കൂടി. അപ്പൊ ഇവർക്ക് ലക്ഷ്യം നരേന്ദ്രമോദി ഒന്നല്ല, ഇവരുടെ ലക്ഷ്യം ഈ രാജ്യമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഏതായാലും ഇതിന് പിന്നാലെ, ഈ സംഭവം നടന്നതിന് പിന്നാലെയുള്ള ആഹ്ലാദവും അതുപോലെ ആഘോഷ കമ്മിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവർ തന്നെയായിരുന്നു. ഇതിന്റെ പിന്നിൽ നടന്ന സംഭവം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇന്ത്യയും നോർവേയും തമ്മിൽ 2 പ്രധാനമന്ത്രിമാർ ചേർന്ന് ഒരു ജോയിന്റ് പ്രസ് ബ്രീഫിംഗ് ആണ് നടത്തിയത്. പ്രസ് കോൺഫറൻസോ പ്രസ് മീറ്റോ അല്ല, വാർത്താ സമ്മേളനമൊന്നുമല്ല. വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, ആ പരിപാടിയാണല്ലോ. ഇത് ഒരു ബ്രീഫിംഗ് ആണ്. അതായത് എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത്, എന്താണ് ഇവർ തമ്മിൽ പല കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് മാധ്യമങ്ങൾക്ക് കൊടുക്കുക. മാധ്യമങ്ങൾ അത് എഴുതിയെടുക്കും. പഴയ കാലത്താണ് എഴുതിയെടുക്കുകയാണെങ്കിൽ എല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്ത് അവര് ടാറ്റ ബൈ ബൈ വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. ചോദ്യം ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ് ബ്രീഫിംഗ് കഴിഞ്ഞ ഉടനെ 2 പ്രധാനമന്ത്രിമാരും ഇറങ്ങിപ്പോയത്. അങ്ങനെ നോർവേയുടെ പ്രധാനമന്ത്രി പോകട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അനുവാദം പോലും ചോദിക്കാതെ അവിടെ നിന്ന് കൂക്കി വിളിക്കുകയാണ്. അല്ലെ, മിസ്റ്റർ മോഡി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കണമെങ്കിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ആ രീതിയിൽ മാത്രമേ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കൂ. അല്ലാതെ വഴിയെ പോകുന്നവരുടെ എല്ലാം ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയില്ല. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ നിന്നിട്ട് ഈ പെണ്ണുമ്പിള്ള ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം എന്നിപ്പോ വാശി പിടിക്കുന്നവരുണ്ടല്ലോ. ഒരു മാസം മുമ്പ് പിണറായി വിജയനോട് ഒരാൾ ചോദിച്ചപ്പോൾ അതൊക്കെ നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതിനെ ന്യായീകരിച്ച പുള്ളികളാണ് എന്നുള്ള കാര്യവും കൂടെ, അതും ഒരു രസകരമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ്
ഉറപ്പാണ് കേട്ടോ. അത് പോട്ടെ. ഈ സ്ത്രീ അതിനുശേഷം ട്വീറ്റ് ചെയ്യുന്നു, ഇന്ത്യ ജനാധിപത്യത്തിന്റെ അമ്മയാണ് അമ്മൂമ്മയാണെന്നൊക്കെ പറയും, പക്ഷേ ലോക റാങ്കിങ്ങിൽ 157ാമത്തെ സ്ഥാനം എന്തോ ആണ് ഇന്ത്യക്ക്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നില്ല, നമ്മുടെ നരേന്ദ്രമോദി ഒരു ജനാധിപത്യവാദി ആയിരുന്നില്ല, യഥാർത്ഥത്തിൽ ഒരു ഫാഷിസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സ്വേച്ഛാധിപതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പറയുന്ന നോർവേയിലെ ആ സ്ത്രീ ചോദ്യം പോലും ചോദിക്കില്ല. കാരണം അവരെ കൊണ്ട് പലരും ചോദിപ്പിച്ച ചോദ്യമാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ പ്രൂവ് ചെയ്ത് കാണിച്ചുതരാം. ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസിന്റെ കുട്ടിപ്പട്ടാളമുണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഈ ആഘോഷ കമ്മിറ്റി ആരംഭിക്കുന്ന കുട്ടിപ്പട്ടാളം, അവർക്കൊന്നും ഈ നരേന്ദ്രമോദിക്കെതിരെ കുരച്ചു ചാടാനായിട്ട് സാധിക്കില്ല, ഇദ്ദേഹം യഥാർത്ഥ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണോ, നരേന്ദ്രമോദി ജനാധിപത്യവാദിയാണോ? ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ ചില രാഷ്ട്രീയ സംഘടനകൾ, തൽപര കക്ഷികളായിട്ടുള്ള ഇന്ത്യയിലിരിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്, കോൺഗ്രസും അവരുടെ ദൈവമായ രാഹുൽജി ഇങ്ങനെയുള്ള അവിടെ പ്ലാൻ ചെയ്യുന്ന പരിപാടികളാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം. എന്താ ഇപ്പൊ നിങ്ങൾ ഈ ട്വിറ്ററിൽ കാണുന്ന ഈ സ്ത്രീയുടെ, ഇവരുടെ പേര് ഹെല ലിങ്ക് എന്നാണ്, ഇവരുടെ ട്വിറ്ററിലെ പ്രൊഫൈലാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അവർക്ക് ഈ ട്വിറ്ററിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കൂ. 10,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്, ശരിയല്ലേ? പക്ഷെ ഈ 10,000-ഓളം ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഇന്നത്തെ സംഭവം. ഈ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ബുള്ളി ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയെ കൂക്കി വിളിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഹെരാസ് ചെയ്തതിന് ശേഷം കിട്ടിയ ഫോളോവേഴ്സ്. ഇത് ശരിക്കും ഹരാസ്മെന്റ് അല്ലാതെ ഇത് ചോദ്യം ചോദിക്കുകയല്ല. നടന്നു പോകുന്ന പ്രധാനമന്ത്രിയെ കൂക്കി വിളിക്കുക എന്ന് പറയുന്നത് ബുള്ളിയിങ് ആണ്, അല്ലെ ഹരാസ്മെന്റ് ആണ്, അല്ലാതെ ചോദ്യം ചോദിക്കലല്ല. ആ ഹരാസ്മെന്റിനുള്ള കൂലി ആണ് ഈ 10,000 ഫോളോവേഴ്സ്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ അവർക്ക് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇതാ നോക്കൂ. ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, ഞാൻ വെറുതെ തെളിവില്ലാതെ ഒന്നും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതല്ല. ഇന്നലെ അവർക്ക് 555 ഫോളോവേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ട്വിറ്ററിൽ. 2012 ജോയിൻ ചെയ്തതാണെന്ന് കാണുന്നുള്ളൂ. 2012 വരെ 14 വർഷം ഈ ബാർബർ ഷോപ്പ് നടത്തിയിട്ടും ഇവർക്ക് കിട്ടിയത് 555 ഫോളോവേഴ്സ് ആണ്. പക്ഷെ ഒരൊറ്റ ദിവസമല്ല, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അവർക്ക് കിട്ടിയത് 10,000-ലേക്ക് പോയി കഴിയുമ്പോൾ 10,000-കണക്കിന് ഫോളോവേഴ്സ് അവർക്ക് വന്നു. ഇത് എവിടെ നിന്ന് വന്നു? ഇത്ര ആളുകൾക്ക് എന്തായാലും നോർവേയിലോ യൂറോപ്പിലോ നരേന്ദ്രമോദിയോട് വെറുപ്പുണ്ടാവില്ല, അല്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞത്, ഇതെല്ലാം ഓർക്കസ്ട്രേറ്റഡ് ആയിരുന്നു, ഇതെല്ലാം പണം കൊടുത്ത് നടത്തുന്നതാണ്. ആരാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ നേട്ടമൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല, ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ അയ്യോ EVM അട്ടിമറിച്ചെന്ന് പറഞ്ഞ് ഇവർക്ക് നിലവിളിക്കാന്നുള്ളതുള്ളൂ, കാരണം ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ഇതിൽ നിന്ന് ഏറ്റവും നേട്ടം ഉണ്ടാക്കുന്ന ആരാ? കോൺഗ്രസ് ആണ്. അപ്പൊ ആരായിരിക്കും ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതിൽ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ശക്തികൾ തന്നെ പ്ലാൻ ചെയ്ത ഒരു സ്ത്രീയാണ്. അല്ലെങ്കിൽ 14 വർഷം മാധ്യമ പ്രവർത്തനം നടത്തി 555 ഫോളോവേഴ്സിനെയാണ് ട്വിറ്റർ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ട്വിറ്ററിലില്ല, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ 10 ഇരട്ടി ഫോളോവേഴ്സ് കിട്ടുമായിരുന്നു. അതായത് ഇവരൊരു ജേർണലിസ്റ്റേ അല്ല, ഇവരെ ആരോ പണം കൊടുത്ത് അവിടെ കൊണ്ടുപോയി പ്ലാൻ ചെയ്തതാണെന്നുള്ളതിന്റെ ഉദാഹരണം. അല്ലെങ്കിൽ 14 വർഷം ഈ ബാർബർ ഷോപ്പ് നടത്തിയിട്ടും 555 ഫോളോവേഴ്സിനെ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തൊരു മാധ്യമ പ്രവർത്തകനാണ്? അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ഇന്ത്യയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ വരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും. ഇനി ഈ ഹെല ലിങ്കിനെ കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയാം. എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് അതിനകത്ത് കയറി സ്ക്രീൻഷോട്ടുകൾ നിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇതുവരെ ഇവർക്കുണ്ടായിരുന്ന 840 ഫോളോവേഴ്സ് മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഇവര് പ്രവർത്തിക്കുന്ന ന്യൂസ് പേപ്പറിന്റെ പേര് ഡക്സാവിയൻ എന്നാണ്. ഡക്സാവിയൻ എന്ന് പറയുന്ന ഈ ന്യൂസ് പേപ്പർ, അതിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും. ഈ ഡക്സാവിയൻ ന്യൂസ് പേപ്പർ ലാസ്റ്റ് ഒരു പോസ്റ്റ് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് എന്നാണെന്നറിയോ? ജനുവരി 22-നാണ്. മാസം എത്ര കഴിഞ്ഞു? അതായത് 4 മാസം മുമ്പാണ് ഇവരുടെ ഈ പൊങ്ങാത്ത മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ സ്ഥാപനം 4 മാസം മുമ്പാണ് അവർ ഒരു പോസ്റ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ തിരക്കുള്ള ന്യൂസ് പേപ്പേഴ്സ് എല്ലാം അറിയാമല്ലോ, നിങ്ങൾ എത്രയോ ഓൺലൈൻ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ ഈ പ്രിന്റ് മീഡിയ ഉണ്ട്. ഇവരെല്ലാം ദിവസേന എത്ര പോസ്റ്റാണ് ഇടുന്നത്, അല്ലെ? വെറുതെ മറുനാടൻ മലയാളി വരെ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ദിവസവും എത്ര 10, 15, 20, 30 പോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് തിരക്കുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇവരുടെ എടുത്താൽ പോകാത്ത മാധ്യമ സ്ഥാപനം ഒരു പോസ്റ്റ് ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെ ഈ പോസ്റ്റ് വന്നു കാണും, കാരണം ഇന്നലെ കിട്ടിയ അവരുടെ ചാകര. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു മാധ്യമമേ അല്ല, ഇത് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇന്നലെ അവർ പുട്ടടിച്ചു, അല്ലെങ്കിൽ ഇന്നലെ അവർക്ക് തൃശ്ശൂർ പൂരമായിരുന്നു. ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ജീവിക്കുന്നവരാണെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഏതായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി 5 രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയല്ലോ.
അദ്ദേഹം UAE-യിൽ രാജ്യത്തിന് വേണ്ടി കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ അതിനു മുമ്പ് ചെയ്തതാ. ഈ മറ്റു രാജ്യങ്ങളിലും നെതർലൻഡ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും അദ്ദേഹം ധാരാളം കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ സന്ദർശനങ്ങളിലെ നേട്ടങ്ങളെ കുറിച്ച് ഒരു വാക്കുപോലും ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്ന പ്രതിപക്ഷമാണ് യഥാർത്ഥ പ്രതി എന്നുള്ളത്. ശരിക്കും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്നുണ്ട്. പ്രതിയാണ് ഈ പക്ഷത്ത് നിൽക്കുന്നത്, പ്രതികളാണ്. ഏത് ഇന്ത്യ വിരുദ്ധതയിൽ പ്രതികളാണ്. നിങ്ങളൊരു ക്രിയാത്മകമായ പ്രതിപക്ഷമാണ് എന്നുണ്ടെങ്കിൽ, കോൺഗ്രസ്സുകാരോടും മറ്റുള്ള ഈ മോദി വിരുദ്ധരോടും ഇന്ത്യ വിരുദ്ധരോടും ഒക്കെ പറയുന്നത്, നിങ്ങളൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി അവിടെ പോയി നടത്തിയ കാര്യങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ നല്ലതാണ് രാജ്യത്തിന്, ഇന്ന കാര്യങ്ങൾ അദാനിയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങേര് ചെയ്തത്, ഇന്ന കാര്യങ്ങൾ അങ്ങേര് കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്തത്, ഇന്ന കാര്യങ്ങൾ കുഴപ്പമില്ല, രാജ്യത്തിന് നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞോളൂ, പ്രശ്നമില്ലല്ലോ, ഫെയർ ആയിരിക്കണമല്ലോ. പക്ഷെ അതില്ലാതെ അദ്ദേഹത്തിന്റെ ഈ നേട്ടങ്ങളെ എല്ലാം തമസ്കരിക്കാൻ വേണ്ടി ഏതോ കാശ് കൊടുത്ത് ഏതോ ഒരു മാധ്യമപ്രവർത്തകരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ 555 ഫോളോവേഴ്സ്, ഇന്ന് 10,000 ഫോളോവേഴ്സ്. അങ്ങനെയുള്ള ഒരു കാശ് വാങ്ങി കൂലിക്കരുതുന്ന മാധ്യമപ്രവർത്തകയെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ഒരു അലങ്കോലം ഉണ്ടാക്കി, ഈ സീൻ അലങ്കോലമാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബുള്ളി ചെയ്ത് കാര്യം നേടാൻ കോൺഗ്രസും നോക്കൂ. ഇലക്ഷന് പോയി കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല ഇവർക്ക്. അപ്പോ ആ രീതിയിൽ ഏതായാലും ജനങ്ങളുടെ വോട്ട് വാങ്ങി ഇവർക്ക് ആയുഷ്കാലം ഇനി ഭരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ രാഹുൽജി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സർക്കാരിനെല്ലാം തെറി വിളിച്ച് നമുക്കിനി ആളാകാം എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കോൺഗ്രസും രാഹുൽജിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങൾ ചീത്ത വിളിച്ചോളൂ, ഒപ്പം ഇന്ത്യയെയും ചീത്ത വിളിച്ചോളൂ. എന്നിട്ട് ഇന്നലെ വരെ ഈ ട്രെയിനിലെ ചായയും പരിപ്പുവടയും വിറ്റ് നടന്നിരുന്ന ഓരോ മാധ്യമ പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് 500 ഫോളോവേഴ്സ് 16 വർഷം കൊണ്ട്, എന്നിട്ട് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 10,000 ഫോളോവേഴ്സ്. അങ്ങനെയുള്ള ആളുകൾക്ക് കാശ് കൊടുത്ത് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ കുടിലമായിട്ടുള്ള രാഷ്ട്രീയത്തെ നിങ്ങൾ വളർത്തിക്കോളൂ. ഇതിനെല്ലാം കാരണക്കാരൻ ഈ നരേന്ദ്രമോദി തന്നെയാണ്. കാരണം അങ്ങേര് യഥാർത്ഥ ജനാധിപത്യവാദിയായി പോയതാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ ഇന്നലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാളെ മുതൽ വീഡിയോസിന്റെ തുടക്കത്തിൽ ഒരു 30 സെക്കൻഡ് വന്ദേ മാതരം ഉണ്ടാവും. ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. എന്താണ് ആ പേര് ഞാൻ മറന്നുപോയി, പ്രയാസം എന്നാണെന്ന് തോന്നുന്നു, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അയാളോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ, കുറഞ്ഞ പക്ഷം ജലദോഷമെങ്കിലും വരില്ലല്ലോ, അത് ലാഭമായെന്ന് ബിനോയ് നായർ അങ്ങ് കരുതും. അത്രയേ ഉള്ളൂ. താങ്ക് യു. ജയ് ഹിന്ദ്. വന്ദേ മാതരം.